വാഴക്കൃഷിയിൽ കന്നുകളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായും കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നല്ല കന്നുകളുടെ ലഭ്യതക്കുറവ് നമ്മുടെ കൃഷിയെ സാരമായി ബാധിക്കുന്നുണ്ട്. ടിഷ്യൂ കൾച്ചർ രീതിയിൽ നല്ല വിളവ് തരുന്നതും അസുഖങ്ങൾ ഇല്ലാത്തതുമായ വാഴയുടെ കന്നുകളിൽ നിന്നാണ് ഭൂരിഭാഗം തൈകളും ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കന്നുകളിലൂടെയുള്ള രോഗത്തിൻ്റെ പകർച്ചകൾ ഈ രീതിയിലൂടെ തടയാൻ കഴിയും. നിരവധി വളർച്ചാ ഘട്ടങ്ങൾക്കും പല അണുനശീകരണ പ്രവർത്തനങ്ങൾക്കും ശേഷമാണ് നമുക്ക് നടാൻ പരുവത്തിലുള്ള തൈകൾ കിട്ടുന്നത്. 2.5 മാസത്തെ വളർച്ചയിൽ നല്ല ആരോഗ്യമുള്ള 5-6 ഇലകളോട് കൂടിയ തൈകളാണ് നടാനായിട്ട് ഉപയോഗിക്കേണ്ടത്. തൈകൾ തമ്മിലുള്ള അകലവും കുഴിയുടെ ആഴവും സാധാരണ കന്നുകൾ നടുന്ന രീതിയിൽ തന്നെയാണ്. അനുയോജ്യമായ കുഴി 2 അടി ചതുരത്തിലും 1.5 അടി ആഴത്തിലും എടുക്കണം. മൂപ്പ് കൂടിയ വാഴയിനങ്ങൾക്ക് കുറച്ചുകൂടെ വളർച്ചാ സ്വഭാവം കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ 2 അടിയിൽ നിന്ന് 2.25 അടി വരെ തൈകൾ തമ്മിലുള്ള അകലം കൊടുക്കേണ്ടതായി. കുഴി ഒന്നിന് ഏകദേശം 1.5 കിലോ കുമ്മായം, 15 കിലോയോളം ജൈവവളം, 1.5 കിലോ വേപ്പിൻ പിണ്ണാക്ക്, പച്ചിലവളം, പിന്നെ മണ്ണും ചേർത്ത് കുഴി 80% നിറക്കുക. ഈ കുഴി നിറച്ച് 2 ആഴ്ച കഴിഞ്ഞതിനു ശേഷമാണ് തൈകൾ നടാനായിട്ടുള്ള ഏറ്റവും നല്ല സമയം. കുഴിയുടെ നടുക്കായിട്ടാണ് തൈകൾ നടുന്നത്. തൈ നടുന്നതിനൊപ്പം തന്നെ തണൽ കിട്ടാനായി തെങ്ങിൻ്റെ ഓല വെച്ച് കൊടുക്കണം. 2 ആഴ്ച ചെടിക്ക് നിർബന്ധമായിട്ട് തണൽ കൊടുക്കണം. ആ സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാനോ മഴ ലഭിക്കാനോ പാടില്ല. പുറത്തെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ടിഷ്യൂ കൾച്ചർ തൈകൾ ക്രമീകരിച്ച അന്തരീക്ഷത്തിൽ പോളിഹൗസിൽ അല്ലെങ്കിൽ നെറ്റ് ഹൗസിലാണ് വളർന്നിട്ടുണ്ടാവുക. വാഴ തൈകൾ നട്ട് 2ാമത്തെ ഇല വന്ന ശേഷമാണ് ആദ്യത്തെ മേൽവളങ്ങൾ കൊടുത്തു തുടങ്ങുന്നത്. ആ സമയത്ത് തണൽ മാറ്റിയിട്ട് ദ്രവരൂപത്തിലുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വിളവ് ലഭിക്കുവാൻ വേണ്ടി എപ്പോഴും രാസവളവും ജൈവവളവും ചേർത്ത് കൃഷി ചെയ്യാം. 3 മീറ്റർ 4 മീറ്റർ ഹൈറ്റ് വരും. ഒരാഴ്ച കൊണ്ട് ഈ കണ്ടീഷനിലാവും. അതൊക്കെ 60 ദിവസമാകുമ്പോൾ ഇത്ര കണ്ടീഷൻ വരും. 1 മീറ്റർ 1.5 മീറ്റർ വരും. 1 വർഷമാകുമ്പോഴേ കുലച്ച് മൂപ്പാവുള്ളൂ. 30 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ചെറിയ റേറ്റിൽ 5 രൂപക്ക് വരും. 30 രൂപ നമ്മളതിൽ നിന്ന് മേടിച്ചിട്ട് 25 രൂപ നമ്മളെ അക്കൗണ്ടിലേക്ക് വരും. നമ്മളൊരു വർഷം കാത്തു നിന്നാലും 10 കിലോ ഉണ്ടാകണതിന് പകരം 40 കിലോ ഉണ്ടാവും. സാധാ നമ്മുടെ നീന്തറ ഒക്കെ മാക്സിമം 10 കിലോനാണ് ഇവിടെയൊക്കെ ഉണ്ടാവുള്ളൂ. ലോക്കൽ ഇത് അതിന് പകരമാണ് ഇപ്പോൾ ഇത് 50 കിലോ വരെ ഉണ്ടാവും.